ഓസ്ട്രേലിയയിലെ കുടിയേറ്റ സംവിധാനത്തിൽ നിർണായക മാറ്റങ്ങൾക്ക് വഴിയൊരുങ്ങുന്നു. താൽക്കാലിക വിസകളും ഓവർസീസ് മൈഗ്രേഷനും കൂടുതൽ നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ നടപടികൾ സർക്കാർ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. വിശദാംശങ്ങളുമായി ഓസ്ട്രേലിയയിൽ നിന്ന് ലിജ ചാക്കോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓസ്ട്രേലിയയിലെ ലേബർ സർക്കാർ ഓവർസീസ് മൈഗ്രേഷൻ കൂടുതൽ നിയന്ത്രിക്കുന്നതിന് പുതിയ നടപടികൾ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. നെറ്റ് ഓവർസീസ് മൈഗ്രേഷൻ കുറയ്ക്കുകയും താൽക്കാലിക വിസയിൽ കഴിയുന്ന ചിലരെ രാജ്യം വിടാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നിയമ ഭേദഗതികളാണ് അവതരിപ്പിക്കാൻ ലക്ഷ്യമിടുന്നത്. എന്നാൽ ആഭ്യന്തരകാര്യമന്ത്രി ടോണി ബർഗ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നാഷണൽ പ്രസ് ക്ലബിൽ നടത്താനിരുന്ന പ്രധാന പ്രസംഗം തൽക്കാലം മാറ്റിവച്ചിരിക്കുകയാണ്. ഈ ആഴ്ച നടത്താനിരുന്ന പ്രസംഗം രാഷ്ട്രീയപരമായ കാരണങ്ങളാലാണ് മാറ്റിയതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം സർക്കാരിന്റെ പുതിയ നടപടികൾ ഓവർസീസ് കുടിയേറ്റ നിരക്ക് എക്സിസ്റ്റിംഗ് ഓവർസീസ് മൈഗ്രേഷൻ ടാർഗറ്റിനേക്കാൾ കുറയ്ക്കുകയില്ല എന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കുടിയേറ്റ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കാനും താൽക്കാലിക വിസ വിഭാഗങ്ങളെ കൂടുതൽ കർശനമായി നിയന്ത്രിക്കാനുമാണ് പ്രധാന ശ്രദ്ധ. പുതിയ നയത്തിൽ വിദേശത്തു നിന്നുള്ള സ്കിൽഡ് മൈഗ്രൻസിന് പ്രത്യേക മുൻഗണന നൽകുകയില്ല എന്ന സൂചന പുറത്തു വന്നിട്ടുണ്ട്. രാജ്യത്തിനകത്ത് ഇതിനകം താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന താൽക്കാലിക വിസ ഉടമകളുടെ വിസ സ്റ്റേറ്റസ് ആയിരിക്കും കൂടുതൽ വിലയിരുത്തപ്പെടുക. ടോണി ബർക്കിന്റെ പ്രസ് ക്ലബ് അഡ്രസ് അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ നടക്കുമെന്നാണ് പ്രതീക്ഷ. പ്രസംഗത്തിൽ ഓസ്ട്രേലിയയുടെ കുടിയേറ്റ സംവിധാനം, തൊഴിൽ വിപണിയുടെ ആവശ്യകതകൾ, ഭവന പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ചുള്ള സർക്കാരിന്റെ സമീപനം വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലിജ ചാക്കോ, 24 ഓസ്ട്രേലിയ.